വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബയോ ഈസി ലേണിംഗ്. സോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബോട്ടണി സെറ്റ് എക്സാമിന് 2010 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 40 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി 20 ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ ആ ദിവസത്തിനനുസരിച്ച് എന്നും പറയാറുള്ള പോലെ തന്നെ ആ ദിവസത്തിനനുസരിച്ച് 20 ക്വസ്റ്റ്യൻസ് വീതം നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കേണ്ടതാണ്. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സോ നമ്മൾക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ 40 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The non-motile male spermatia are carried to the female by means of water current in option A fucus, option B polysiphonia, option C cara, option D ogeria. So option B polysiphonia ആണ് ആൻസർ. And then 42 question ആണ്. X-ray scattering from an atom depends on the number of option A electron, option B proton, option C neutron, option D all of this. So ഒരു ആറ്റത്തിൽ നിന്നുള്ള എക്സ്റേ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓപ്ഷൻ എ ഇലക്ട്രോൺസിന്റെ നമ്പറിനെ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് ഫേമസ് എക്സ് ഹെലിക്സ് polypeptide secondary structure is option A left-handed, option B circular, option C right-handed, option D branched. So അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അതായത് 43. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി റൈറ്റ് ഹാൻഡഡ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. RNA DNA hybrid always adopt A form because of option A steric hindrance of OH group in RNA, option B steric hindrance of OH group in DNA, option C coiling of the molecule, option D presence of uracil base in RNA. അതായത് RNA DNA hybrid A form സ്വീകരിക്കാനുള്ള റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ സ്റ്റെറിക് ഹിൻഡറൻസ് ഓഫ് OH ഗ്രൂപ്പ് ഇൻ RNA. So next question. Chlorella will fulfill the need of all vitamin except option A ascorbic acid, option B biotin, option C palmitic acid, option D pathonic acid. So അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ascorbic acid. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Which of the experiment is suitable to detect linkage? ലിങ്കേജിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ഏതൊക്കെയാണെന്നാണ് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ക്യാപിറ്റൽ എ സ്മോൾ എ ക്യാപിറ്റൽ ബി ക്രോസ് വിത്ത് സ്മോൾ എ ക്യാപിറ്റൽ ബി. ദെൻ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്രോസ് സ്മോൾ ബി. ഓപ്ഷൻ സി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്രോസ് സ്മോൾ ബി. Then option D capital A small b crossed with capital A small a capital B. So suitable ആയത് ലിങ്കേജ് ഡിറ്റക്ട് ചെയ്യാൻ suitable ആയിട്ടുള്ള എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. Forty-seventh question. According to Rodley and Sheshasekaran model, DNA is option A right-handed, option B left-handed, option C alternating right and left-handed helix, option D none of this. Option C alternating right and left-handed helix ആയിരിക്കും. 48th question. Which plant is efficient converter of solar energy? Option A wheat, option B sugarcane, option C rice, option D banana. അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള കൺവേർട്ടർ എന്തിൻ്റെയാണ് സോളാർ എനർജി കൺവേർട്ടർ ആയിട്ടുള്ള പ്ലാന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി sugarcane. 49th question. The plant hormone used to induce parthenocarpy. Option A gibberellin, option B cytokinin, option C auxin, option D ethylene. Option A gibberellin ആണ് ആൻസർ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Quaternary structure of protein describe. Option A, conformational organization. Option B, functional organization. Option C, amino acid sequence. Option D, none of this. So answer option A, conformational organization. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 51ാമത്താണ്. Who among the following is known as father of biostatistics? സോ ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ തോന്നുന്നു സിമ്പിളായിട്ട് കിട്ടും എന്നുള്ളത്. അതായത് നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഫാദർ ഓഫ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ചില സമയത്ത് ടാക്സോണമിയുടെ ഫാദർ ആരാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ ബയോസ്റ്റാറ്റിയുടെ ഫാദർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഫ്രാൻസിസ് ഗാൽട്ടൺ. ഓപ്ഷൻ ബി അഡോൾഫ് ക്വസ്റ്റ്. ഓപ്ഷൻ സി നെയ്മാൻ. ഓപ്ഷൻ ഡി വില്യം കോസെറ്റ്. സോ ബയോസ്റ്റാറ്റിയുടെ ഫാദർ ആരാണ്? ഫ്രാൻസിസ് ഗാൽട്ടൺ. ഓപ്ഷൻ എ ഫ്രാൻസിസ് ഗാൽട്ടൺ ആണ് ആൻസർ. So 52th question, which one is used for comparison between two or more variable? രണ്ടോ അതിൽ കൂടുതലോ വേരിയബിളിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ എ പൈ ചാർട്ട്. ഓപ്ഷൻ ബി ബാർ ഡയഗ്രം. ഓപ്ഷൻ സി ലൈൻ ഡയഗ്രം. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾ നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത് ബാർ ഡയഗ്രം യൂസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the feeding of advin may result in a deficiency of option A riboflavin, option B vitamin B12, and then option C vitamin A, option D biotin. So option D biotin ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. A fatty acid not synthesized in man is option A oleic acid, option B stearic acid, ഓപ്ഷൻ സി ലിനോളിക് ആസിഡ്, ഓപ്ഷൻ ഡി പാൽമിറ്റിക് ആസിഡ്. നമ്മൾ മനുഷ്യരിൽ സിന്തസൈസ് ചെയ്യാത്ത ആണ്, നോട്ട് സിന്തസൈസ്ഡ് എന്നാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കണം. നോട്ട് സിന്തസൈസ്ഡ് ഇൻ മാൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ലിനോളിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജീനോമിക് ഇംപ്രിന്റിംഗ് ഈസ് ഓപ്ഷൻ എ എക്സ്പ്രഷൻ ഓഫ് ജീൻ ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് paternal and maternal inheritance. Option B, expression of gene linked with the X chromosome. Option C, expression of gene linked with the Y chromosome. Option D, expression of extra chromosomal gene. So the answer ഏതാണ്? Option A, expression of gene depend on its paternal or maternal inheritance. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Calyptrogen is used in monocot to option A produce a root cap, option B protect root tip, option C absorb water, and then option D none of the above. So calyptrogen എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് റൂട്ട് ക്യാപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റൈബോസ് സ്വിച്ചസ് ആർ ഷോർട്ട് RNA sequences that change the conformation on binding with a small molecule. Option B, short RNA sequences that interact with the DNA. Option C, short RNA molecule that bind with the protein. Option D, short RNA sequence degrade from mRNA. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഷോർട്ട് RNA sequence that change the conformation on binding with small molecules. Then next question നോക്കൂ. The auto dissociation course എന്നാണ് കൊടുത്തുള്ളത്, curve ആയിരിക്കും, of hemoglobin is shifted to right by option A decreased carbon dioxide tension, option B increased pH, option C increased carbon dioxide tension, increased nitrogen tension ആണ് ഓപ്ഷൻ ബി ആയിട്ട് കൊടുത്തില്ല. സോ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഇൻക്രീസ്ഡ് കാർബൺ ഡയോക്സൈഡ് ടെൻഷൻ. 59th question, how many genetically different gametes can be made from an individual of genotype of capital A small a, capital B small b, small c, capital D, capital E small e? So option A 8, option B 32, option C 10, option D 5. So answer option A. 60th question നോക്കാം. What component of bacterial cell wall are attacked by penicillin? So option A
glycan, option B, stearic acid, option C, tacronic acid, option D, lipopolysaccharide. അപ്പോൾ ഓപ്ഷൻ എ ആയിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ് ഇതിൻ്റെ ആൻസർ. സോ നമ്മൾ 60 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഫുള്ളായിട്ട് നോക്കിയിട്ടുണ്ട്. ഇനി ബാക്കി 60 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് ബിയിൽ ബോട്ടണിയിൽ വരുന്നത്. ബോട്ടണി അല്ല, ഏത് സബ്ജക്റ്റ് ആണെങ്കിൽ ഓപ്ഷൻ സബ്ജക്റ്റ്. സോ ബോട്ടണിയിലുള്ള 60 ക്വസ്റ്റ്യൻസ് 2010 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. 20 ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ 20 ക്വസ്റ്റ്യൻ വീതം നമുക്ക് നോക്കി പോവാം. അതായിരിക്കും എളുപ്പം എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ ആൻസേഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ല തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ഏതെങ്കിലും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കമൻ്റ് ആയിട്ട് ഇടാവുന്നതാണ്. നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്യാവുന്നതാണ്. തെറ്റ് വന്നിട്ടുണ്ടോ ഉള്ളത് അറിയില്ലല്ലോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.